നിലവിൽ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ പ്രദേശത്തുള്ളത്. ഒന്ന്, ഈ കുട്ടി കുളിച്ച കുളം അവർ വീടിന്റെ അടുത്തുള്ള കുളത്തിൽ പല ആളുകൾ കുളിച്ചിട്ടുണ്ട്. അവരോടൊക്കെ തന്നെ ഇന്നലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവിടെ ചെന്ന് ആ കുളത്തിൽ ഇനി ആരും ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീടും പരിസരത്തുമുള്ള ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ആ ഹെൽത്ത് വിഭാഗം അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിന്റെ അനുബന്ധ പ്രവർത്തകന്മാരും അവിടെ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിനുവേണ്ട നിർദ്ദേശം താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കുട്ടി രോഗം വന്ന് പനി വന്നു എന്നുള്ളതൊക്കെ തന്നെ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. വീടുകൾ വിശദമായി പറയണമെങ്കിൽ അതിന്റെ ആന്തരിക പരിശോധിച്ചതിന് ശേഷം ആ പരിശോധനയിൽ മാത്രമേ പറയൂ. ഇപ്പൊ മസ്തിഷ്ക ജ്വരം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും അത് എന്ന് തുടങ്ങി പനി കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നത് 10 മണിക്ക് പനി മൂർജിച്ചപ്പോഴാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ആ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, പത്രക്കാരോടും ദൃശ്യമാധ്യമങ്ങളോടും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് വേണ്ടത്ര ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പൊ അവരുടെ ഭാഗത്തുള്ളത്. ഞാൻ താലൂക്ക് സൂപ്രണ്ടായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊടുക്കേണ്ട പനിയാണ് എന്ന് വന്നപ്പോൾ തന്നെ അവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനും, അപ്പൊ യൂറിൻ കിട്ടിയിട്ടില്ല. ആ യൂറിൻ കിട്ടാത്തത് കൊണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് അവരുടെ അമ്മ പറയുന്നത്. 2 മണിക്ക് വീണ്ടും ഈ കുട്ടിക്ക് ഗ്ലൂക്കോസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ 2 സിസ്റ്റർ എന്തോ പറഞ്ഞു അവരെ വികാരം. പക്ഷെ സൂപ്രണ്ട് പറയുന്നു ഗ്ലൂക്കോസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കൊടുക്കുക. അപ്പൊ പിന്നീട് ഛർദി വന്നപ്പോഴാണ് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല എന്ന് പറയുന്നത് അവർ മെഡിക്കൽ കോളേജിൽ ഈ കുട്ടിയെ അയക്കുന്നത്. അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടൊരു കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അസ്വാഭാവിക മരണത്തിന് താമരശ്ശേരി പോലീസ് കേസെടുക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ ഒരു ശാരീരികാവസ്ഥ മോശമായിട്ടും ആശുപത്രി അധികൃതർ വേണ്ട പരിഗണന നൽകിയില്ല എന്ന് കുടുംബം നേരത്തെ ആരോപിച്ചതായിരുന്നു. ശരിക്കും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കത്തിൽ ചെറിയൊരു പനിയായിട്ട് പോയതാണെങ്കിൽ പോലും ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിൽ അത്രയധികം ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം ആ ഒരു രോഗികളിൽ കാണിച്ചു തുടങ്ങുന്നതാണ്. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ അതോ മതിയായ രീതിയിൽ ചികിത്സ നൽകാത്തതാണോ എന്നൊരു സംശയം ഈ സമയത്ത് ഉയരുന്നുണ്ടല്ലേ? ഉണ്ട്. അത് സ്ഥാനത്ത് ഒരു കാര്യമുണ്ട്. ഈ പനി ബാധിച്ചപ്പോൾ നമ്മളെ പല ആളുകൾ ഇപ്പൊ ചെയ്യുന്നത് അത് സ്വന്തം ട്രീറ്റ്മെന്റ് തുടങ്ങല. ഒരു പാരസെറ്റമോൾ ഗുളിക കൊടുത്താൽ പനി മാറും, അതൊക്കെ അങ്ങനെ പോകുന്നുള്ള ധാരണയിലാണ് നമ്മുടെ പൊതുസമൂഹം എപ്പോൾ ഉള്ളത്. ഇതിപ്പോ നമ്മൾ പനി മൂർജിച്ചപ്പോഴാണ് എവിടെ കൊണ്ടുവരുന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സ്വാഭാവികമായും പനിയാണെന്ന് പറയുമ്പോൾ ഒരു വൈറൽ പനിയുണ്ട്, അതായിരിക്കും പെട്ടെന്ന് കാണുക. ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ ആ ടെസ്റ്റൊക്കെ നടത്തി വരുമ്പോഴേക്കും സമയം എടുക്കും. സ്വാഭാവികമല്ലേ? ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇപ്പൊ ബ്ലഡ് പരിശോധിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ അതിനെ കാണാൻ സാധിക്കും. അപ്പൊ അവിടുന്ന് അവരിപ്പൊ എന്ത് ഉണ്ടായാലും ഇപ്പൊ നമ്മൾ ഹെൽത്തിനെയാണ് കുറ്റം പറയുക. ഒരു ഇപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കുറ്റം പിന്നെ ഹെൽത്തിനെ ഇട്ടുചാരുക എന്നുള്ള രൂപത്തിൽ പോകുന്നുണ്ട്. അതൊരിക്കലും ശരിയാന്ന് തോന്നുന്നില്ല. പക്ഷെ എന്തുണ്ടായി എന്നുള്ളത് നമുക്ക് ഈ ആന്തരിക പരിശോധിച്ച ശേഷം കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഡോക്ടർ പറയുന്നുണ്ട്, ആ കുടുംബവും പറയുന്നുണ്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാൻ പറഞ്ഞു. യൂറിൻ പരിശോധിക്കാൻ പറഞ്ഞു. യൂറിനിലാണ് കണ്ടുപിടിക്കാൻ സാധിക്കാവുന്ന യൂറിൻ പരിശോധന. ആ കുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുപോയി. ആ ബാത്റൂമിൽ കൊണ്ടുപോയി കുട്ടിക്ക് മൂത്രം കിട്ടുന്നില്ല. ഇത് തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി. അപ്പൊ പിന്നെയും അവര് കുറച്ചും കൂടി വൈറലായ പിന്നെ ഒരു വിജിലന്റ് ഇതായാലും അവരാകെ കൺഫ്യൂഷൻ ആയപ്പോ വീണ്ടും ഡോക്ടറോട് പോയി പറഞ്ഞു. ഡോക്ടർ വന്ന് പരിശോധിച്ച് ഗ്ലൂക്കോസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് കുട്ടി ഛർദ്ദിക്കുന്നത്. ഛർദ്ദിക്കപ്പെട്ട ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നത്. അപ്പൊ അത് സൂപ്രണ്ട് ഭാഗത്തും ഇവര് രക്ഷിതാക്കൾ അത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ രക്ഷിതാക്കൾ പറയുന്നത് ഈ തരത്തിലാണ്. തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്താണ് ചോദിക്കേണ്ടത്. തീർച്ചയായും മറ്റൊരു കാര്യം കൂടെ, ആദ്യം ഈ കുട്ടിയെ എത്തിച്ചത് OP-യിലാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അവിടുന്നാണ് മറ്റ് തലങ്ങളിലേക്കൊക്കെ എത്തിച്ചത്. ഈ സമാനമായ രീതി തന്നെയാണ് ഇപ്പോൾ കുട്ടികളുടെ ബന്ധുക്കളുടെയും ചികിത്സാ രീതിയും. കാരണം ഈ ഒരു മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ ബന്ധുക്കൾക്കും അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്നത്. അതെ. അപ്പൊ ഇത് ആ രോഗമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ ആ ബോഡി കൊണ്ടുവരുന്ന സമയത്തിന് മുമ്പ് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവിടെ പോയിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഈ പ്രസിഡന്റ് എന്നുള്ളവർക്ക് ഞാൻ തന്നെ പ്രത്യേക നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഞാനും കഴിഞ്ഞ 10 ദിവസം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. കഴിഞ്ഞ ആ പ്രദേശത്ത് പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ എന്നോട് അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞു. ഞാനിപ്പോ വന്നിട്ട് 13-ാം തീയതിയാണ് കോളേജിൽ നിന്ന്
ഡിസ്ചാർജ് ചെയ്ത് വന്നത്. ഓ, ഇവരുടെ ഈ ഒരു കുടുംബങ്ങൾ ആരെങ്കിലുമായി ബന്ധപ്പെട്ടിരുന്നോ? കാരണം ഈ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ചികിത്സയിലുള്ള 4 പേരുടെ സ്ഥിതി അത്തരത്തിൽ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെ ഞങ്ങളെ ഒരു പഞ്ചായത്ത് മെമ്പർ AP സജിത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ ഉണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്താണ്, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്താണ് ഈ കുളവുള്ളത്. അദ്ദേഹത്തിനോട് അവിടെ ആ കാര്യങ്ങൾ നോക്കുന്ന അത് പൊതുപ്രവർത്തകൻ കൂടിയാണ്, സജീവമായ രംഗത്തുള്ള ഒരാളാണ് അദ്ദേഹം. പ്രദേശത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ട അവിടെ ആ പ്രദേശത്ത് വേണ്ട എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ആ ഒരു പ്രദേശത്തെ ഇത്തരത്തിൽ കുളങ്ങളൊക്കെ ഇങ്ങനെ നീന്തൽ പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു കുട്ടി കുളിച്ച ആ കുളത്തിൽ മറ്റു കുട്ടികളൊക്കെ നീന്തൽ പഠിക്കാൻ എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വാർഡിൽ തന്നെ ഒരു സുരക്ഷ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ കർശനമായി തന്നെ പാലിക്കുന്നുണ്ടല്ലോ അല്ലേ? പാലിക്കും 100% പാലിക്കും. ഇനി ആ കുളത്തില് ഇതിപ്പോ ആർക്കും അറിയില്ലല്ലോ. കുട്ടികള് ഈ മഴക്കാലമാണ്, നല്ല മഴയാകുമ്പോൾ കുട്ടികളെ കൊണ്ട് നീന്തൽ പഠിപ്പിക്കാനും അല്ലാതെ കുളിക്കാനും ഒക്കെ വരുന്നുണ്ട്. ആ കുളം ചെറിയൊരു കുളം, വലിയ കുളമൊന്നുമല്ല, ചെറിയൊരു കുളമാണ്. കുളത്തിൽ ആ പ്രദേശത്തുള്ള കുറഞ്ഞ 5-10 വീട്ടുകാരെ മാത്രമേ കുളിക്കാറുള്ളൂ. ഇനി അതിന് മാത്രം ആളുകളെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് കൊണ്ടുവരാം. ഇതൊരു ഹില്ലേരിയാണ്, ഒരു ഗ്രാമത്തിന്റെ അറ്റത്ത് കിടക്കുന്ന പ്രദേശമാണ്. താമരശ്ശേരി പഞ്ചായത്തിന്റെ അകത്ത് കൂടുതൽ ഒരു കുന്നിന്റെ മുകളിലായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പൊ വേറെ പ്രദേശത്ത് നിന്ന് ആളെ അവിടെ പഠിക്കാൻ വരില്ല. അവർക്കൊക്കെ പഠിക്കാൻ ഇഷ്ടം പോലെ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് നീന്തൽ കുളമുണ്ട്, സ്ഥലമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.